ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 43. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് മാങ്ങാത്തുലിയാണ് ആക്ച്വലി പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ലൈവൊക്കെ കാണുന്ന ആളുകളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. സീരിയസ്ലി മാൻ, സീരിയസ്ലി എങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു? നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനല്ല ഈ പറയുന്ന കപ്പും കോപ്പും ഒന്നും കൊടുക്കേണ്ടത്. ഇതിൻ്റെ ലൈവൊക്കെ ഇരുന്ന് കാണുന്ന ആളുകൾക്ക് വേണം വലിയൊരു കപ്പ് എടുത്ത് കൊടുക്കാൻ. ഇവിടെ എപ്പിസോഡ് തന്നെ കണ്ടിട്ട് പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഈ ലൈവൊക്കെ കാണുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഞാൻ പറയണോ? സീരിയസ്ലി മാൻ, ഇത് എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണെന്ന് അറിയില്ല. ബോറിങ് ആണെന്നേ. ഒരു എൻഗേജ്മെൻറ്റ് ഫാക്ടർ ഇല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. ഇത്രയും സീസൺസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സീസണായിട്ടും അല്ലെങ്കിൽ വലിയ സുഖമില്ലാത്തൊരു കണ്ടസ്റ്റൻസ് ആയിട്ടൊക്കെ തോന്നുന്നത് ഈ 7ൻ്റെ കേസിലാണ്. ഞാൻ അത്യാവശ്യം പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ കാണാനിരുന്ന സീസണാണ് 7. ഏടിൻ്റെ പണി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രൊമോസും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ മാക്സിമം അവർ എന്താ പറയുക പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ പോയില്ലേ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഒരുമാതിരി ശോകം തൊലിഞ്ഞ കുറേ കണ്ടസ്റ്റൻസ്. ഇവരെ കൊണ്ടൊന്നും വയ്യ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നമുക്കാണെങ്കിലും വയ്യാണ്ടാവുകയാണ്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് മോണിറ്ററി ബെനിഫിറ്റെങ്കിലും ഉണ്ട്. ഇതല്ലാതെ ഈ ലൈവും ഈ എപ്പിസോഡൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും ഇല്ല, ഈ പറയുന്ന മോണിറ്ററി ബെനിഫിറ്റും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇനി ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയെക്കുറിച്ച് നമുക്ക് അറിയാലോ. ലൈക്ക് പുള്ളി വളരെ ശാന്തമായി സന്തോഷത്തോടു കൂടി പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നൊരു ആളാണ്. അപ്പോൾ ഈ ഒരു ഷോവിൻ്റെ ആങ്കറായി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എല്ലാ ശനിയാഴ്ചയും വന്ന് കുത്തിയിരുന്നിട്ട് ഈ പറയുന്ന കുറേ എന്താ പറയുക കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് വേറൊരു ഗതികേട്. ഓക്കെ, മറ്റേ ആദില നൂറുടെ വിഷയമൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പുള്ളി സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു സാധനം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അതല്ലാതെ ഒന്ന് നിങ്ങൾ നോക്കി നോക്ക്, ഈ പറയുന്ന എന്താണ് ഈ തൊലിഞ്ഞ അലിഗേഷൻസ് ഒക്കെ ഓരോ ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നതും അല്ലെങ്കിൽ പിടിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പുള്ളിക്ക് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ആര്യൻ്റെ സംഭവം, അതേപോലെ തന്നെ ഇപ്പോൾ ഷാനവാസിന് എവിനെതിരെ പറയുന്നത്, ഇതൊക്കെ എന്താ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഈ ഒരു സീസണിൻ്റെ അകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് അരോചകമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ആങ്കറായ പുള്ളിക്ക് എല്ലാ ശനിയാഴ്ചയും വന്ന് ഇത് കണ്ടു നോക്കണം. ഇതിനെക്കുറിച്ചിട്ട് അവിടെ വന്നിട്ട് പറയണ്ടേ, സംസാരിക്കണ്ടേ, ചോദിക്കണ്ടേ? എന്തൊരു ഗതികെട്ട സ്ഥിതി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഈ ആര്യൻ്റെ കേസ് തന്നെ പറയാം. ഈ ആര്യൻ എനിക്കറിയില്ലേ, പുള്ളി തീരെ മെച്യൂരിറ്റി ഇല്ലാത്തൊരു പയ്യനാട്ടോ. എനിക്കറിയില്ല പുള്ളി എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നതാവും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി പുള്ളി പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പോവുകയാണെങ്കിൽ പുള്ളി ഒന്ന് കൺട്രോൾഡ് ആയില്ലെങ്കിൽ, കുറച്ചൊന്ന് മെച്ചോർഡാവാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഏതെങ്കിലും ഒരു കുഴിയിൽ പോയിട്ട് വീഴും. പുള്ളി ഇപ്പം ഇങ്ങനെ തൊട്ടാ തെറിക്കുന്ന അവസ്ഥയിലാണ് ആക്ച്വലി നിൽക്കുന്നത്. ഇപ്പോൾ മറ്റേ റെനയുടെ കേസിൽ റെന ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ബെഡ് പോയിട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കാര്യം നോക്കിയിട്ട് ഇരുന്നാൽ മതി. അവർ ആ ബെഡ് പോയി കിടക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ ആര്യൻ എന്ത് പിണ്ണാക്കാണ് കാണിച്ചത്? അവിടെ പോയിട്ട് എന്താ പറയുക, അവരെ തൊടുക പിടിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ മൂപ്പര് ചെയ്തൊരു ആക്ട് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. അത് കുറച്ച് വൈദ്യര്യവും ബോധവും ബുദ്ധിയും ഉള്ള ആൾക്കാർ ഒരിക്കലും ആരും ചെയ്ത പോലെ ചെയ്യത്തുമില്ല. അപ്പോൾ ആ ഒരു ആക്ട് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. അത് മേ ബി ഫണ്ണി ആയിട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മോശം ഇൻറ്റൻഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അത്ര അങ്ങനെ മോശമായിട്ട് ചിന്തിക്കാനോ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനോ മാത്രം ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു മണ്ടത്തരങ്ങൾ ഒരുപാട് കയ്യിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയിരിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ആക്ട് എന്ന് പറയുമ്പോൾ അത് മൂപ്പർക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ബോധമുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു? ഒരിക്കലും ഇല്ല. ലൈക്ക് ഒരു മണ്ടത്തരമാണത്. അത് പുള്ളി പോയി ചെയ്തു. ആൻഡ് അത് ഒരിണയ്ക്ക് അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, അത് അവർ അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുമ്പോൾ അവിടെ സോറി പറഞ്ഞങ്ങ് ഒഴിവാക്കേണ്ട കേസേ ഉള്ളൂ. പുള്ളിയാണെങ്കിൽ അതാണ് ഈ മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നം വീണ്ടും എടുത്ത് കാണിക്കുന്നത്. അവിടെ സോറി അങ്ങ് പറഞ്ഞ് പിടുത്തം വിടുക, അത്രയേ ഉള്ളൂ. അതല്ലേ വേണ്ടത്, അതല്ലേ ക്ലാസ്. അതല്ലാതെ സോറിയും പുള്ളി ആദ്യമൊന്നും പറയുന്നില്ല. എന്താണ് പുള്ളി അവിടെ കിടന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ കിടന്നിട്ടുള്ളതല്ലേ സംസാരിച്ചിട്ടുള്ളതല്ലേ, ഫ്രണ്ട്സ് അല്ലേ അതും പറഞ്ഞിട്ട് ഒരാൾ
ഫ്രണ്ട്സാണ്, മുമ്പ് അങ്ങനെ ഇരുന്നിട്ട് കിടന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ തമാശകളും എല്ലായ്പ്പോഴും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കോളണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയായിക്കോളണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാവരും എല്ലാം ഒരേപോലെ എടുത്തോളണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്ന് പറയുന്ന സമയത്ത് അത് സോറി പറഞ്ഞിട്ട് തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അങ്ങ് വിടുക എന്നുള്ളതാണ്. ഇത് കുറേയൊക്കെ പുള്ളി കടന്ന് ന്യായീകരിച്ച് മെഴുകി പണ്ടാറടങ്ങി ഇസയിലും കൂടെ കൂടിയിട്ട് ന്യായീകരിക്കുന്നുണ്ട്. എന്തിനാ ഈ കിടന്ന് മെഴുകുന്നത്? തെറ്റ് പറ്റി അതങ്ങ് സമ്മതിക്കുക, പോട്ടെ. ഇപ്പം നമ്മൾ ഇൻറ്റൻഷനലി മോശമായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്, അത് തമാശ രൂപത്തിൽ നമ്മൾ ചെയ്തു. പക്ഷെ അത് അവർക്കത് അൺകംഫർട്ടബിളായി വിടുക, സോറി പറഞ്ഞിട്ട് അത് വിടേണ്ട കേസ്. ന്യായീകരിച്ച് പിന്നെ അവസാനമാണ് സോറിയും കോപ്പും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആരിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി ഇങ്ങനെ എന്താ പറയുക, പലപ്പോഴും ഇങ്ങനെ പ്രകടമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഈ ഇമ്മച്യൂർഡ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഈ മെച്ചുവേർഡായിട്ടൊന്ന് ചിന്തിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ വള്ളികൾ പിന്നെയും പോയി പിടിച്ചിട്ട് പുള്ളിക്ക് തന്നെ ഇത് ദോഷം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. അപ്പോൾ ആരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത് ഷാനവാസിൻ്റെ കേസ്, ഷാനവാസ് നെവിൻ. മറ്റേ ഷാനവാസ് വെച്ച അലിഗേഷനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം കിച്ചണിൽ അടിയെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന എല്ലാവരും കണക്കാണേ, അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും കണക്കാണ്. ഈ പറയുന്ന ഫുഡ് അതിൻ്റെ അകത്തുനിന്ന് അടിച്ചു മാറ്റുന്ന പരിപാടി അല്ലെങ്കിൽ തിന്നുന്ന പരിപാടി ഒക്കെ ആക്ച്വലി പല കണ്ടസ്റ്റൻസും കണക്കാണ്. ആ കാര്യത്തിൽ എല്ലാവരും കണക്കാണ്. പിന്നെ ഈ നെവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നെവിൻ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല, പ്രേക്ഷകർക്കാണെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നെവിൻ പലപ്പോഴും എന്താ പറയുക, അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് തിന്നൽ കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിലും പുള്ളിയുടെ ആ കാര്യത്തിൽ കുറച്ച് ഓവർ പരിപാടികൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഞാനാണെങ്കിലും. ഇപ്പോൾ പുള്ളി പറയുന്നതാണ്, ഞാൻ തിന്നും, എനിക്ക് തിന്നാൻ ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കണം, ഞാൻ തോന്നിയ പോലെയൊക്കെ ചെയ്യും. പുള്ളിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ഫുഡ് എടുക്കുന്ന കേസിലൊക്കെ പുള്ളി പലപ്പോഴും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓവറല്ലേ? സംഗതി ശരിയാണ്. അതിൻ്റെ അകത്തുള്ള ഈ കാര്യത്തിൽ എല്ലാവരും കണക്കാണ്. എല്ലാവരും ഫുഡ് എടുക്കും, കഴിക്കും, പരിപാടിയൊക്കെ ഈ പറഞ്ഞ ഉടായ്പ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് നെവിൻ്റെ കേസിൽ എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കള്ളന്മാരാ, പലരും കള്ളന്മാരാ. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ന്യായീകരിച്ചുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പലപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിലും എനിക്ക് തോന്നിയ പോലെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് കുറച്ച് ഓവറാണ്. എനിക്കതിൽ നെവിനെ സപ്പോർട്ട് ചെയ്യാൻ ആക്ച്വലി തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് മറ്റേ മല്ലിയിൽ എടുത്തുകൊണ്ട് പോയി. എന്ത് കാര്യത്തിന് എനിക്കറിയുന്നില്ല. അവിടെ കിച്ചൺ ക്യാപ്റ്റൻ മറ്റേ ഇവരല്ലേ, അനുമോളല്ലേ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിനക്കിപ്പോൾ മല്ലിയല്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഞാൻ എടുക്കും എന്നുള്ളൊരു ഒരു മൂഡിലാണ് പുള്ളി അത് എടുത്തുകൊണ്ടങ്ങ് നടന്നിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലും ഇവൻ കുറച്ച് ഈ കാര്യത്തിൽ ഓവറാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തയും പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ ആരും അത് അവിടെ അങ്ങോട്ട് എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാനവാസ് ഇതിപ്പോൾ വന്ന പൊട്ടലൊന്നുമല്ല. ഷാനവാസ് ഓൾറെഡി ഇന്നത്തെ ലൈവിലാണെന്ന് തോന്നുന്നു, ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ട് പുള്ളി ഇനി നെവിൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കും എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു പുള്ളിയും ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നെന്നാണ് ഞാൻ ആ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം ഇന്ന് ഷാനവാസ് കയറിയിട്ട് അതിൽ ഇടപെട്ടു, അതിൽ കൂടുതൽ ചൂടായി. സംഗതി ശരിയാണ്, ഷാനവാസ് ഓവർ റിയാക്ട് ചെയ്തു. അത് ശരിക്കും ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം പെരുമാറാൻ. അത് ദേഷ്യം ഒന്നിനും നല്ലതല്ലല്ലോ, അപ്പോൾ നമുക്ക് അതിനെ എൻകറേജ് ചെയ്യാനും പറ്റില്ല. ഷാനവാസ് അവിടെ ഓവർ റിയാക്ട് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അനീഷാണെങ്കിലും പറയുന്നുണ്ട്, ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം. എനിക്കും അതേ അഭിപ്രായമാണ്. ഷാനവാസ് അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അവിടെ ഷാനവാസിന് ചോദിക്കാമായിരുന്നു, അത് നല്ലൊരു കണ്ടന്റ് ആക്കാമായിരുന്നു, അതവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഓവർ റിയാക്ട് ചെയ്ത് ബഹളം വെച്ച് അത് ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. അവസാനം അവിടെ ഇരിക്കുന്ന സാധനം എന്തോ കയറി പൊട്ടണ അവസ്ഥയൊക്കെയായി. അതിപ്പോൾ ആരുടെ കൈയാണ് ആദ്യം തട്ടി താഴെ വീണത് പൊട്ടിയതൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തായാലും നെവിൻ്റെ കേസിൽ ആ വിഷയത്തിൽ നെവിൻ ഈ പറഞ്ഞ ഈ കിച്ചൺ എന്നുള്ള പരിപാടികൾ, ഈ ഓവറായിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. ഈ ഓവറായിട്ട് ചില സമയത്തൊക്കെ ഇപ്പോൾ എടുക്കുകയും കഴിക്കുകയൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ ആൾക്കാർക്ക് രസമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിങ്ങനെ എപ്പോഴും നെവിൻ ഈ പറഞ്ഞ പോലെ എടുക്കുക, കഴിക്കുക, ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ പോലെ ഞാൻ എടുക്കും, എനിക്ക് കഴിക്കണം, എൻ്റെ ശരീരം എനിക്ക് തോന്നണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ നെവിൻ നല്ല ക്യൂട്ടായിട്ടുണ്ടേ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ മല്ലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെളിയിലിരുന്നിട്ട് ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ കമൻറ്റ് ചെയ്യാനൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ അകത്ത് മല്ലിയാണെങ്കിലും കുല്ലിയാണെങ്കിലും ആഹാര സാധനം അത് അവിടെ അവർക്ക് നീഡ്ഫുള്ളാണ്, അത് അവർക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് അത്രയേ ഉള്ളൂ. അത് ലാസ്റ്റ് എന്താണ് അക്ബറും അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ അതും അനുമോളുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് വെക്കുന്നത് കണ്ടു. അനുമോളെ ഞാൻ ഇപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് അവരുടെ ഇടയ്ക്കുള്ള നിലപാടുകളോട് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോൾ എടുത്ത് പറയണമല്ലോ. അനുമോൾ അവിടെ നിന്ന് പറയേണ്ടത് എന്താണ്, മറ്റേ ഈ മല്ലി നീ എന്തിനാണ് എടുക്കണം എന്നുള്ളൊരു കാര്യം ചോദിക്കണം. അവർ ചോദിക്കണ്ടേ, അവർ കിച്ചൺ ടീം ക്യാപ്റ്റനല്ലേ. അപ്പോൾ
എന്താണ് എല്ലാവരും കൂടിയിട്ട് എന്താണ് അവിടെ ആരൊക്കെയോ പറയണ കേട്ട്, മറ്റേ ജിഷിനും പറയുന്നു അവരുടെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അനുമോളിൽ. അതേപോലെ അക്ബർ ആണെങ്കിലും ബീൻ ബാഗിൽ ഇരുന്നിട്ട് ലൈവിൽ ഞാൻ ചില ഭാഗങ്ങൾ കണ്ടു. അവിടെ അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട് എന്താണ് അനുമോള് കാരണം എന്ത് അനുമോള് കാരണം. ഇപ്പോൾ എന്ത് വേണ്ടിയാലും അവരുടെ മെക്കിട്ട് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അപ്പം അനുമോളുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് അവരല്ലാത്ത കാരണം കൊണ്ട് അവരുടെ മണ്ടയ്ക്ക് എല്ലാം കൊണ്ടുപോയി വെക്കേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല. പിന്നെ ആര്യൻ്റെ കേസിൽ അനുമോൾ കയറിയിട്ട് ഇടപെട്ടതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം അത് ആര്യൻ റന തമ്മിലുള്ള വിഷയമാണ്. അത് അവർ തമ്മിൽ ഡീൽ ചെയ്തോട്ടെ എന്ന് വെക്കണം. അവിടെ അനുമോൾ അവിടെ ആവശ്യമില്ലാത്ത കയറി ഇൻവോൾവ്മെൻറ്റ് കാണിക്കുക, അനുമോളെന്നല്ല അവിടെ ആരാണെങ്കിലും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താണ് അഭിപ്രായം. ഇനി മറ്റേ ഷാനവാസ് ഈ നെവിൻ്റെ നേരെ വെച്ച അലിഗേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മോശമായിട്ട് പെരുമാറുക ഷാനവാസിനോട് നെവിൻ. അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല അത് പ്രേക്ഷകൻ നെവിൻ ഷാനവാസിനോട് മോശമായിട്ട് പെരുമാറിയതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാനവാസ് പറയണു ഷാനവാസിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. ഇതിൽ നമുക്കൊന്നും പറയാനില്ല ആക്ച്വലി. കാര്യം നമ്മൾ കാണാത്തൊരു കാര്യമാണ്. എന്തു പറയാനാണ്. ശരിക്കും ഇത് ഷാനവാസും നെവിനും ബിഗ് ബോസും കൂടി ഒരു തീരുമാനം എടുക്കുക. 72 ക്യാമറയാണുള്ളൂ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് അവർ തമ്മിൽ ഡീൽ ചെയ്തങ്ങ് പോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ മറ്റേ ഓനിയലിൻ്റെ കേസിലൊക്കെ പിന്നെയും നമ്മൾ ക്ലിപ്പൊക്കെ കണ്ടതാണ്. അവർ വീഴാൻ വേണ്ടി പോയപ്പോൾ പിടിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടും നമ്മൾ കണ്ടൊരു കാര്യം ആയതുകൊണ്ടും നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യം ഉറപ്പുള്ള കാര്യം ആയതുകൊണ്ടൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ ആദില നൂറുടെ കേസിലാണെങ്കിലും ഇപ്പോൾ ലക്ഷ്മി വന്നിരുന്നിട്ട് അജാതി തൊലിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മൾ കേട്ടത് കൊണ്ടും ഒക്കെയാണ് നമ്മളതിന് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഷാനവാസ് നെവിൻ്റെ അഗെയിൻസ്റ്റ് പറയുന്ന അലിഗേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ബിഗ് ബോസ് ഒരു തീരുമാനം എടുക്കട്ടെ. അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് വിടാനേ നിവൃത്തിയുള്ളൂ. കാരണം നമ്മൾ കാണാത്തൊരു കാര്യത്തിൽ കയറിയിട്ട് ഇവിടെ ഷാനവാസാ ശരി നെവിനാ ശരി എന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത്? അതൊരു ഇമ്മച്ചുവേർഡായിട്ടുള്ള ഒരു ടേക്ക് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സോ അതിലേക്ക് അഭിപ്രായം പറയാൻ ഞാൻ ഇല്ല. പിന്നെ എനിക്കൊരു വിയോജിപ്പ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാനവാസിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ അങ്ങനെ പുള്ളിക്ക് ഫീൽ ചെയ്തു എന്നല്ലേ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാവുന്ന സമയത്ത് അത് മറ്റൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്തല്ലല്ലോ അത് പറയേണ്ടത്. ഐ മീൻ ഇപ്പം ഇന്ന് ഇതിന് തമ്മിൽ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. അപ്പം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഷാനവാസിനെതിരെ നെവിൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പം പറയുകയാണെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞ ആ ഒരു ടേക്കിനോട് എനിക്കൊരു വിയോജിപ്പ് ആക്ച്വലി ഉണ്ട്. മറ്റതൊക്കെ ഓക്കെ, എങ്ങനെ ഷാനവാസിന് അങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞതായിരിക്കും. അതൊക്കെ അവരുടെ പാടാതെ അവരത് ഡീൽ ചെയ്യട്ടെ, ബിഗ് ബോസ് ഒരു തീരുമാനം എന്താ വെച്ചാൽ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളി അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ടിട്ട് മൂപ്പരത് വേറെ രീതിയിൽ അതവിടെ മറ്റ് പല സാഹചര്യത്തിലും അല്ലെങ്കിൽ അത് ആ സമയത്ത് പുള്ളി സംസാരിക്കേണ്ട കാര്യമായിരുന്നു. അത് ഇന്ന് ഈ ഒരു നോമിനേഷൻ്റെ ഭാഗമായിട്ട് നിന്ന് പുള്ളി അങ്ങനെ ഒരു അലിഗേഷൻ വെച്ച സമയത്ത് എനിക്കത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്കത് ഓക്വേർഡായിട്ട് തോന്നി. മനസ്സിലായ? അതായത് ഇങ്ങനൊരു എന്നെ നെവിൻ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പം ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പുള്ളി പറയുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അപ്രോച്ച്. മറ്റത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ബാഡ് ടച്ച് ഓർ ഗുഡ് ടച്ച് പുള്ളി എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നു. നെവിൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റാൻഡ് എടുത്തിട്ട് മൂപ്പരപ്പുറത്ത് നിന്ന് കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാത്ത കാര്യമാണ്. നമ്മൾ കണ്ടാൽ മതി. നമുക്കറിയാത്ത കാര്യത്തിൽ പറയാൻ നമ്മളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്റ്റാൻഡാണ് ഞാൻ ആക്ച്വലി എടുക്കുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മൂപ്പർക്ക് ഫാൻസ് ഓൾറെഡി ഉണ്ട്. എനിക്കും പുള്ളിൻ്റെ ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അറിയാത്ത കാര്യത്തിൽ പറഞ്ഞിട്ട് മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് തലയിൽ വെക്കാനോ അല്ലെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്ത് തലയിൽ വെക്കാനോ അല്ലെങ്കിൽ രണ്ടുപേരെയും എതിർക്കാനോ എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ആദിലേനെ നമ്മൾ വിട്ടുപോകരുത്. ഈ ആദില എന്തെങ്ങനെ, ആദിലെന്ത് സ്റ്റാൻഡാണ് ആക്ച്വലി എടുക്കുന്നത്?
ആ ലക്ഷ്മി മറ്റേ ഓനിയലിനെതിരെ വെച്ച അലിഗേഷൻ, അതായത് മസ്താനയുടെ കേസിൽ ലക്ഷ്മി കാണാത്തൊരു കാര്യമാണ്. മസ്താനി പറഞ്ഞ അറിവിൽ മാത്രമാണ് ലക്ഷ്മി കയറിയിട്ട് ഓനിയലിൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് അത്രയും വലിയൊരു ആലിഗേഷനൊക്കെ വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഓൾറെഡി അതിൻ്റെ അകത്ത് നടന്നു. അപ്പോൾ ഈ പറഞ്ഞ ആദിലേക്ക് ഇത്ര വിവരമില്ലേ? ഒന്നല്ലെങ്കിലും അവർ വിവരത്തോടു കൂടി പെരുമാറേണ്ട ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ മെച്ചൂർഡായിട്ട് പെരുമാറേണ്ടയും അല്ലെങ്കിൽ ചിന്തിക്കേണ്ടയും ഒരു വ്യക്തിയാണ്. പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആശയത്തോടൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഈ നെവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്ത് പരിപാടിയത്? അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരികയാണ് ഉണ്ടായത്. ഒക്കെ ഷാനവാസ് പറഞ്ഞോട്ടെ, ഷാനവാസിന് ഉണ്ടായി എന്ന് പറയണം, അത് അവരുടെ പാടായി, അത് അവർ ബിഗ് ബോസ് തീരുമാനം ഉണ്ടായിക്കോട്ടെ. പക്ഷെ അവിടെ നെവിൻ്റെ എഗെയിൻസ്റ്റ് പറയുന്നത് ഷാനവാസിന് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്. അതെങ്ങനെയാണ്? ആദിലേക്ക് എങ്ങനെ അറിയാം അതിനെക്കുറിച്ചിട്ട്? ആദിലേക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് നെവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? അല്ലെങ്കിൽ നെവിനെ അറിയുമോ? അപ്പോൾ അതിൽ ഈസ് നോട്ട് എന്താ പറയുക ഇൻവോൾവ് ഇൻ ദിസ് വിഷയം. അവിടെ കയറിയിട്ട് അറിയാത്ത കാര്യത്തിൽ അല്ലെങ്കിൽ കാണാത്ത കാര്യത്തിൽ കയറി ഷാനവാസ് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതിൽ കയറി അവിടെ നെവിൻ്റെ അഗെയിൻസ്റ്റ് സംസാരിക്കുക അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് റിയലി ബാഡ്. ദാറ്റ് ഈസ് റിയലി 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 ബാഡ്. That's it.